Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT Class 10 Chapter 5 Trigonometry. Trigonometry എന്ന് വെച്ചാൽ ഈ വേർഡ് മീനിങ് ട്രിഗോൺ ആൻഡ് മെട്രോൺ. അപ്പം അത് വന്നിരിക്കുന്നത് തന്നെ ട്രിഗോൺ എന്ന് വെച്ചാൽ ട്രയാങ്കിൾ, മെട്രോൺ എന്ന് വെച്ചാൽ മെഷർമെന്റ്. ട്രയാങ്കിളിന്റെ മെഷർമെന്റിനെ പറ്റി പഠിക്കുന്നതാണ് ട്രിഗ്നോമെട്രി. ഇനി അതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസിനെ പറ്റിയിട്ടാണ്. ഒരു ട്രയാങ്കിൾ 45-45-90, അതായത് ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്നത്. ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ. ഐസോസ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ, ഒരു ആംഗിൾ 90, അതുകൊണ്ടാണ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് 45-45 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഇത് 90 ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണത്തിന്റെയും കൂടെ സമ്മ് 90 ആയിരിക്കും. ടോട്ടൽ ഇൻ എ ട്രയാങ്കിൾ ഇറ്റ് വിൽ ബി 180 ഡിഗ്രി. അപ്പൊ ഒരു ആംഗിൾ 90 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് കൂടെ ആഡ് ചെയ്താലും 90 ആയിരിക്കണം. സോ ദിസ് ഇസ് എ ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഒരു റേഷ്യോ ഉണ്ട്. അപ്പൊ ഈ സൈഡ് 1 ആണെങ്കിൽ this also will be 1 and this side will be √2. So the ratio of isosceles right angle triangle is 1:1:√2. Then the second type of triangle. But second type of triangle 30-60-90 triangle ആണ്. Triangle is 30-60-90 triangle. And അപ്പോൾ ഒരു ആംഗിൾ 90, വേറൊരു ആംഗിൾ 30, അതർ ആംഗിൾ 60. ആൻഡ് ഈ ടൈപ്പ് ഓഫ് ട്രയാങ്കിളിന്റെ റേഷ്യോ 1:√3:2 എന്നായിരിക്കും. ആൻഡ് വൺ ഡിനോട്ട്സ്, ഈ ഫസ്റ്റ് വൺ ഡിനോട്ട്സ് ദ ബേസ്, സെക്കൻഡ് വൺ ഇറ്റ്സ് ഹൈറ്റ്, ആൻഡ് തേർഡ് റേഷ്യോ തേർഡ് പാർട്ട് അതിന്റെ ഹൈപ്പോട്ന്യൂസ്. സോ അതാണ് ഈ റൈറ്റ് ആംഗിൾ 30-60-90 എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√3:2. അപ്പൊ 1:√3:2 1 represents the base, √3 represents the height and 2 represents the hypotenuse. ഇനി ഈ ബേസ് എവിടെയാ വരിക? 30 എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബേസ്. സോ ദിസ് വിൽ ബി 1. 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ് ബേസ്. സോ ദിസ് വിൽ ബി 1. 60ക്ക് ഓപ്പോസിറ്റ് ആണ് √3 ആൻഡ് ദ തേർഡ് സൈഡ് ഇസ് ദ ഹൈപ്പോട്ന്യൂസ് ആൻഡ് ദാറ്റ് ഇസ് 2. സോ റേഷ്യോ ഓഫ് 30-60-90 ട്രയാങ്കിൾ ഇസ് 1:√3:2. സോ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ് ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആംഗിൾസ് വരുന്നത് നമ്മൾ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതായത് പേജ് നമ്പർ 103 പേജ് 103 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ട്രയാങ്കിൾ ഷോൺ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? വാട്ട് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് from the top vertex to the bottom side? What is the area of the triangle? What is the area of the triangle? ഇപ്പൊ ഫിഗറും തന്നിട്ടുണ്ട് അവിടെ. ഒരു ട്രയാങ്കിൾ ആൻഡ് ദ ടു സൈഡ്സ്, ഈ രണ്ട് സൈഡ് 4 cm, ദിസ് ഓൾസോ 4 cm. ഗിവൺ ആംഗിൾ ഇറ്റ് ഈസ് ഗിവൺ ആസ് 120 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഇസ് ഗിവൺ ആസ് 30 ഡിഗ്രി. ഇത്രയാണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ്. അപ്പൊ ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ ഹൈറ്റ് ആണ് കാണേണ്ടത്. And also we have to find out what is the area of the triangle. ഇപ്പൊ ഇതിന് നമുക്ക് നെയിം കൊടുക്കാം ABC and this point let it be D. അപ്പൊ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആണ് താഴേക്ക് വരയ്ക്കുന്നത്. So this angle is 90 and
ഇത് 30 ഇത് 90 ആണെങ്കിൽ ദിസ് ആംഗിൾ ഈ രണ്ട് ആംഗിൾസും എന്താ ഇവിടെ 60 ആണെങ്കിൽ ഈ സൈഡും എന്തായാലും 60 ആയിരിക്കും. സോ സെപ്പറേറ്റ്ലി ഐ ക്യാൻ മാർക്ക് ഇറ്റ് ദർ. ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആണ് താഴേക്ക് വരയ്ക്കുന്നത്. ഈ ആംഗിളും 60, ഈ ആംഗിളും 60. ബിക്കോസ് അത് 60 ആവാനുള്ള കാരണം ഇവിടെ ഓൾറെഡി 30 ആണ്, ഈ ആംഗിൾ 90 ആണ്. സോ ദ റിമൈനിങ് ആംഗിൾ വിൽ ബി 60. So here it is given that this is 60 degree, this will be perpendicular ആയതുകൊണ്ട് ഇത് 90. So ബാക്കി this also will be 30. പിന്നെ അല്ലെങ്കിൽ ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് ACB. അപ്പോൾ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ് വിൽ ബി ടച്ചിങ് അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. അങ്ങനെ നോക്കിയാലും മതി. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റിലാണ് ഇത് ഇവിടെ ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇനി ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. 30, 60, 90 ട്രയാങ്കിൾ. So that is triangle ADC. Triangle ADC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ is 30, 60, 90 ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ റേഷ്യോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ റേഷ്യോ 1:√3:2. ഇപ്പൊ ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ റേഷ്യോ 1:√3:2. പക്ഷെ ഇവിടെ ഹൈപ്പോട്ട്ന്യൂസ് കണ്ടോ, AC ആണ് ഹൈപ്പോട്ട്ന്യൂസ്. അവിടുത്തെ ഹൈപ്പോട്ട്ന്യൂസ് ഇവിടുത്തെ കിട്ടിയിരിക്കുന്നത് 4 ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ്? ഈ റേഷ്യോയിൽ ഹൈപ്പോട്ട്ന്യൂസ് 2 ആണ്. ആ 2നെയാണ് നമ്മൾ 4 ആക്കേണ്ടത്. സോ ഫോർ ദാറ്റ് വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു മൾട്ടിപ്ലൈ. 2നെ 4 ആക്കണമെങ്കിൽ ഐ ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 2. സോ ഈ ഒരു 2നെ മാത്രമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. If you are doing, you have to do for the whole ratio. ഈ റേഷ്യോ മുഴുവനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ ഫുൾ റേഷ്യോനെ we have to multiply by 2. Multiply by 2. So the ratio becomes 2:2√3:4. ഇനി ഈ 2√3:4 ഒക്കെ എവിടെ വരുന്നത്? ഈ 2 വരുന്നത് ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ആംഗിൾ. ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് CD ആണ്. സോ ദാറ്റ് ലെങ്ത് വിൽ ബി 2. ആൻഡ് ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി ദാറ്റ് വിൽ ബി 2√3. സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇവിടെയും വരിക, 2√3. Then, so the first question is, what is the perpendicular distance from the top vertex to the bottom side? So the length of CD. CD യുടെ ലെങ്ത് എത്രയാണ്? CD is equal to 2 centimeters. That is the first question. Then what about the second question? It is to find out the area of the triangle. How to find out the area? Area is equal to half into base into height. That is half into base എത്രയാ? Base 2√3 plus 2√3, that is 4√3 into height is 2. ഈ 2 cancel ചെയ്യാം. So the answer will be 4√3 centimeters square is the area of the given triangle. Now next one. Next question. In each of the parallelograms below, രണ്ട് പാരലോഗ്രാം തന്നിട്ടുണ്ട്. In each of the parallelograms below, find the distance between the top and bottom side. Top and bottom side. Calculate the area of each parallelogram. So one parallelogram, the angle is given. ആദ്യത്തെ പാരലോഗ്രാമിന് ഒരു ആംഗിൾ തന്നിരിക്കുന്നത് 45 ഡിഗ്രി ആണ്. And this length is given as 4 centimeter and this side is 2 centimeter. Whereas in the second parallelogram, ഈ ആംഗിൾ തന്നിരിക്കുന്നത് 60 ഡിഗ്രി ആണ്. This is 4 centimeter and this is 2 centimeter itself. ഇങ്ങനെ രണ്ട് പാരലോഗ്രാംസ് തന്നിട്ടുണ്ട്. We have to find out distance from the top to the bottom side. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, ഹൈറ്റ് ആണ് കാണേണ്ടത്. So this we can see that this is A, D and let this be B.
അപ്പൊ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എ ഡി ബി എന്ന് പറഞ്ഞ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ഡി ബി is an isosceles right triangle. കാരണം ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചു ഇവിടെ. So and this angle is given as 45. So definitely this angle also will be 45. So triangle ADB is an isosceles right angle triangle. അപ്പൊ അതിന്റെ റേഷ്യോ എന്താണ്? ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് 1:1:√2. റേഷ്യോ ഈസ് 1:1:√2. പക്ഷെ ഇവിടെ ഹൈപ്പോട്ന്യൂസ് 2 ആണ്, നമുക്ക് ഇവിടെ √2 ആണ്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് റേഷ്യോ ബൈ അഗെയിൻ ബൈ √2 സോ ദാറ്റ് ദ ഹൈപ്പോട്ന്യൂസ് വിൽ ബിക്കം 2. ഇവിടെ 2 ആവണം, നമുക്ക് ഇവിടെ √2 ആയിരുന്നു. അപ്പൊ √2നെ ഒന്നും കൂടെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് √2 × √2 gives us 2. So this is √2 is to √2 is to 2. So we got ഈ രണ്ട് സൈഡ്, ഈ സൈഡും √2 ആണ്, ഹൈറ്റും √2 ആണ്. So you can find out what is up. First question already പറഞ്ഞിരിക്കുന്നത് what is our distance between the top and bottom side. Top and bottom side ന്റെ distance എന്ന് പറയുന്നതാണ് √2. And find the area of the parallelogram. How to find out the area? Formula is area of the parallelogram is base into height. So base into height ആണ് area of the parallelogram. So 4 into height is √2. That much centimeter square is the area. What about the second one? ഇതും അതുപോലെ തന്നെ ചെയ്യാം, പക്ഷെ ആംഗിളിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ 60, ഇത് പെർപെൻഡിക്കുലർ ആണ്, this will be 30. So this is a 30, 60, 90 triangle. Ratio will be 1:√3:2. ഇവിടെ ഓൾറെഡി ഹൈപ്പോട്ന്യൂസ് 2 ആണ്, ഇവിടെ നമുക്ക് കിട്ടിയതും 2 ആണ്. സോ ഡയറക്ട്ലി ദ സെയിം വിൽ ബി ദ സൈഡ്സ് അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് 1:√3:2. ഹൈപ്പോട്ന്യൂസ് 2 ആയതുകൊണ്ട് ബാക്കിയുള്ള രണ്ട് സൈഡിലും ചേഞ്ച് വരുന്നില്ല. സോ ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി is 1 ആൻഡ് ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി is √3. അതാണ് ഇവിടുത്തെ ഹൈറ്റ്. സോ ഏരിയ is equal to base into height. Base is 4 and height is √3. So the answer will be 4√3 centimeter square. Then next one, page number 103 third question ആണ് ചെയ്യുന്നത്. A rectangular board is to be cut along the diagonal. ഒരു അവിടെ തന്നിരിക്കുന്ന ഫിഗർ ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെക്ക് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പൊ ഒരു റെക്ടാങ്കുലർ ബോർഡ് തന്നിട്ടുണ്ട്, അത് ഡയഗണൽ വൈസ് കട്ട് ചെയ്യാൻ പറയുന്നു. ആൻഡ് ഈ ഒരു പീസ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഷോ യു ഒരു ബ്ലൂ കളർ ആക്കി കളയാം. ഈ കട്ട് ചെയ്ത പീസിനെ എടുത്തിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് വെക്കണം. സോ യു വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ. അപ്പൊ ഈ ബ്ലൂ പീസിനെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് you have to keep it like this. And they are telling that we are getting an equilateral triangle ആണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഒരു equilateral triangle. And the sides of the triangle must be 50 centimeters. അപ്പൊ ഇത് 50 ആണ്, ഈ സൈഡും 50 ആണ്. അപ്പൊ ഇവിടുന്ന് ഈ പീസാണിത്, ഈ യെല്ലോ പീസ്, ഇതിനെ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിസ് ഇസ് യെല്ലോ. അപ്പൊ ഈ പീസ് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ട്. അതിന്റെ അപ്പുറത്തുള്ള നെക്സ്റ്റ് പീസാണ് ബ്ലൂ, അതിന് തിരിച്ചിങ്ങനെ വെച്ചിരിക്കുക. ആ പീസിനെയാണ് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. ഓക്കെ, ഇനി എല്ലാ സൈഡ്സും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ സൈഡ്സും 50 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. സോ ദിസ് വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ്. ടോട്ടൽ 50 ആയിരിക്കും. സോ ദിസ് വിൽ ബി 25 സെന്റിമീറ്റർ. ആൻഡ് സിൻസ് ഇറ്റ് ഇസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഇറ്റ് ഇസ് ആംഗിൾ, ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ ഫുള്ള് 60 ആണെങ്കിൽ ഈ ഹാഫ് അതിന്റെ പകുതി ആയിരിക്കും ഇത്. ആൻഡ് ദിസ് വിൽ ബി 90. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, ABC. Triangle ABC is 30, 60
60-90 triangle. അപ്പൊ റേഷ്യോ എന്താണ്? ഇറ്റ് ഇസ് 1:√3:2. 1:√3:2 ഇവിടെ തന്നിരിക്കുന്ന ഹൈപ്പോട്ന്യൂസ് 50 എന്നാണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ആവണം. ഇവിടെ 50 ആവണമെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 25. ഹൈപ്പോട്ന്യൂസിനെ 50 ആക്കണമെങ്കിൽ 2 ആണ് അവിടെ ഉള്ളത്, അതിനെ 50 ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 25. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 25:25√3:50. സോ ഓരോ സൈഡ്സ് 30ക്ക് ഓപ്പോസിറ്റ് 25, 60ക്ക് ഓപ്പോസിറ്റ് 25√3 ആൻഡ് ഹൈപ്പോട്ന്യൂസ് ഇസ് AC. സോ സൈഡ്സ് എല്ലാം നമുക്ക് കിട്ടി, ഹൈറ്റ് കിട്ടി. ഇനി ഇവിടെ എന്താ വേണ്ടത്? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ? സോ ദിസ് വിൽ ബി ദ ബ്രെഡ്ത്ത്. BC ആണ് ബ്രെഡ്ത്ത്. ദിസ് വിൽ ബി 25. ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ is equal to 25 and this is the height of the rectangle, that is this one. So or the length of the rectangle is equal to 25√3. It is given എല്ലാം സെന്റിമീറ്ററിലായതുകൊണ്ട് നമുക്ക് കിട്ടിയതെല്ലാം സെന്റിമീറ്റേഴ്സ്. ദെൻ അതിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. 5th question. Calculate the area of the triangle shown. ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. And given that here it is 45 degree and this angle is 60 degree, this side is 4 centimeter. Find the area. അപ്പൊ ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് കാണണം, പക്ഷെ ഏരിയ കാണണമെങ്കിൽ ഇറ്റ് ഇസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. So we'll first find what is a third angle എന്താന്ന് നോക്കാം. How much will be this angle? ഈ angle, this is 60, 45 and the third angle will be 180 minus 105. That is 75 degree. This will be 75 degree. So ഇവിടെ നിന്ന് ഞാൻ I am drawing a perpendicular here. So what happens is that this will be 90 degree. So definitely this side will be 45 degree. And I told you ഇവിടെ നമ്മൾ കണ്ടു total 75 degree ആയതുകൊണ്ട് ഇത് 45, this will be 30. Then ഇനി ഇതിൽ 3 സൈഡും നമുക്ക് അറിയാത്ത സൈഡ്സ് ആണ്. So let this be A, B and C. Then ഇത് ടോട്ടൽ ആണ് 4. അതായത് ഇതിന്റെ മിഡ് പോയിന്റ് ഒന്നുമല്ല, കാരണം ഒരു ആംഗിൾ 45, the other angle is 60. So this AD will not be the midpoint. അങ്ങനെയാണെങ്കിൽ ഇത് 4 centimeter ടോട്ടൽ 4 ആയിട്ട് എടുക്കാം. And we can take this as x and ഈ സൈഡിനെ 4 minus x എന്ന് എടുക്കാം. ടോട്ടൽ ആണ് 4. So this side will be 4 minus x. Now consider triangle ADB. ADB എന്ന് പറയുന്ന triangle consider ചെയ്യാം. It is an isosceles right angle triangle. ഈ ADB ഒരു isosceles right angle triangle ആണ്. Therefore the ratio is 1:1:√2. And ഒരു സൈഡ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് x ആണ്. So multiply throughout by x. ഇതാണ് സൈഡ്. ഓരോ സൈഡും x ആയിരിക്കണം. So x:(x)(x√2). So this side is AD എന്ന് പറയുന്നതും x. Hypotenuse will be x√2. Now consider the second triangle, that is triangle ADC. It is a 30-60-90 triangle. അവിടെ ratio 1:√3:2. And there opposite to 30 degree is 4 minus x. Opposite to 30 degree 4 minus x ആണ്. So ഇവിടെ 1 ആണ് നമുക്കുള്ളത്. ആ 1-നെയാണ് 4 minus x ആക്കേണ്ടത്. So multiply this by 4 minus x. അപ്പൊ ഈ ഭാഗം 4 minus x ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ് ശരിക്കുള്ള റേഷ്യോയിലുള്ളത്. ആ 1-നെ 4 minus x ആക്കാൻ വേണ്ടി ടോട്ടൽ റേഷ്യോനെ 4 minus x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So 4 minus x is to 4 minus x into √3 is to 2 into 4 minus x. So ഓരോ സൈഡ്സും കിട്ടി. This side is 4 minus x. AD is 4 minus x √3 and this side is 2 into 4 minus x.
അപ്പൊ ഈ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് എ ഡി ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ് ഇവിടെ കിട്ടിയത്. ഇതാണ് എ ഡി. Now from the second right angle triangle we are getting first one base ആണ് 30ക്ക് ഓപ്പോസിറ്റ്, 60ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈറ്റ്, 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് ഹൈറ്റ്, അതാണ് എ ഡി. സോ ഫ്രം ഹിയർ എ ഡി ഈസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് ഇൻറ്റു √3. സോ രണ്ട് ലെങ്ത് ആണ്, രണ്ടിനും രണ്ട് ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ എ ഡി ലെഫ്റ്റ് സൈഡ് രണ്ടും എ ഡി ആയതുകൊണ്ട് റൈറ്റ് സൈഡ്സും ഇക്വേറ്റ് ചെയ്യാം. So we can equate both. This is equation number 1, this is equation number 2. From 1 and 2. 1 നിന്നും 2 നിന്നും എന്ത് പറയാം? x is equal to 4 minus x into √3. Now open the bracket. So x equal to 4 √3 minus x √3. Or minus x √3 നെ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ x plus x √3 is equal to 4 √3. Or here we can see x is common. X into 1 plus √3 is equal to 4 √3 or x equal to 4 √3 by 1 plus √3. അപ്പൊ അതാണ് എക്സിന്റെ വാല്യൂ. എക്സ് എന്ന് പറയുന്നതാണ് ഹൈറ്റ്. അത് തന്നെയാണ് 4 minus x into √3. So എക്സിന്റെ വാല്യൂ കിട്ടി. That is the height. And we know what is the base. Base is 4. Total length 4 ആണ്. So find the area means we can find out the area. Area is equal to half into base 4 ആണ് into height is 4 √3 by 1 plus √3. That is equal to, you can multiply this, cancel ചെയ്യാം ഇവിടെ 2. So 8 √3 by 1 plus √3 is the same as √3 plus 1. And last year നമ്മൾ പഠിച്ചതാ ഈ √3 plus 1 ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് വരുമ്പോൾ നമ്മൾ റാഷണലൈസ് ചെയ്യണം. ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് വരാൻ പാടില്ല. സോ മൾട്ടിപ്ലൈ ബൈ √3 minus 1 by √3 minus 1 and this become 8 √3 into √3 minus 1 divided by √3 plus 1 into √3 minus 1 is a plus b into a minus b, that is a square minus b square, that is √3 square minus 1 square, that is equal to 8 √3 into √3 minus 1 divided by √3 square എത്രയാ? It is 3 minus 1, that is 2. ആ 2 ഇവിടെ cancel ചെയ്യാം. So finally the area, the answer will be, area is equal to 4 √3 into √3 minus 1 centimeter square. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ 4 √3 into √3, that is 4 into 3, that is 12 minus 4 √3. √3യുടെ വാല്യൂ ഇടണമെന്നില്ല. If it is asked in the question paper only, you have to multiply √3 by 1.73 and simplify the answer and write. Otherwise you can keep it like this. So that is all about the ratio of the sides of the two types of triangle. So practice more questions. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.